ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുന്നു. ഭീകരരെ തെക്കൻ കശ്മീരിലെ 4 സൈന്യം വളഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. സൈന്യവുമായി ഏറ്റുമുട്ടിയ ഭീകരർ വനത്തിലേക്ക് രക്ഷപ്പെട്ടു. പ്രദേശത്തെ വനമേഖല കേന്ദ്രീകരിച്ച് ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ഉപയോഗിച്ച് പരിശോധന തുടരുകയാണ്. ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കൂടിക്കാഴ്ച നടത്തി. തെരച്ചിൽ തുടരുന്നതിനിടെയാണ് പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരരെ സുരക്ഷാസേന കണ്ടെത്തിയത്. ത്രാൽ കോക്കർനാഗ് മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയ സൈന്യം 4 അവരെ വളഞ്ഞു. ഭീകരരും സൈന്യവുമായി ഏറ്റുമുട്ടി. തുടർന്ന് ഭീകരർ വനമേഖലയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. വനമേഖലയിൽ ഭീകരരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ഉപയോഗിച്ച് പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് സുരക്ഷാസേന. അതിനിടെ നിയന്ത്രണ രേഖയിൽ പാക് പ്രകോപനം തുടരുകയാണ്. പൂഞ്ചിലും കുപ്വാരയിലുമുണ്ടായ പ്രകോപനത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകി. ഡൽഹിയിലും തിരക്കിട്ട ചർച്ചകൾ തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കൂടിക്കാഴ്ച നടത്തി. പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള 3 സൈന്യങ്ങളുടെയും തയ്യാറെടുപ്പ് സംബന്ധിച്ച റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചതായാണ് സൂചന. ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളും പുരോഗമിക്കുകയാണ്. 26 നിരപരാധികളുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പിന്നാലെ അറബ് രാജ്യങ്ങളിൽ പാകിസ്ഥാനെ തുറന്നുകാട്ടാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. അതിനായി എംപിമാരുടെ സംഘത്തെ UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് അയച്ചേക്കും. പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചൈന പാകിസ്ഥാന് ആയുധങ്ങളും നൽകി. ചൈനയുടെ നൂതന മിസൈലുകളായ PL-15 ദീർഘദൂര മിസൈലുകളാണ് പാകിസ്ഥാന് നൽകിയത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.